നമസ്കാരം. രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുമായും ഒരുപോലെ ആശയവിനിമയം നടത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഒക്ടോബർ 3-ാം തീയതിയാണ് മൻ കി ബാത്തിന് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അടുത്ത 3 മാസത്തേക്ക് മൻ കി ബാത്ത് നിർത്തിവെക്കുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെബ്രുവരി മാസത്തിലെ മൻ കി ബാത്ത് പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 110ാമത്തെ മൻ കി ബാത്തിന്റെ എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഉടൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കാം. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായി ഈ മൻ കി ബാത്ത് പരിപാടി അവസാനിപ്പിക്കുന്നത്. രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണ് പരിപാടി നിർത്തിവെക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അടുത്ത മാസം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള സൂചനകൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ നിഴലിൽ നിന്നും അകറ്റി നിർത്തി പരിപാടിയുടെ 110 എപ്പിസോഡുകൾ നടത്താനായത് വലിയ വിജയമാണെന്നും രാജ്യത്തിന്റെ കൂട്ടായ ശക്തിക്കും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് പരിപാടി സമർപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ജനങ്ങളുടെയും ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള പരിപാടിയാണ്. അടുത്ത തവണ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ മൻ കി ബാത്തിന്റെ 111ാം എപ്പിസോഡായിരിക്കും ഉണ്ടാവുക. 111 എന്ന സംഖ്യ ഏറെ ശുഭ സൂചകമാണ്. സംഖ്യയുടെ പ്രത്യേകത സൂചിപ്പിച്ചുകൊണ്ട് മോദി ഇക്കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന് പലവട്ടം മോദി ആവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ BJP എന്ന പാർട്ടിയുടെ ആത്മവിശ്വാസം തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. 2019 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും മൻ കി ബാത്ത് ഇത്തരത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്തായാലും അത് തന്നെയാണ് മോദി ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളൊക്കെ കഴിയുമ്പോൾ അടുത്തതായി വരാൻ പോകുന്ന എപ്പിസോഡ് 111 എന്ന സംഖ്യയാണ്. വളരെ പ്രത്യേകതകളുള്ള 111 എന്ന സംഖ്യയാണ്. ഇത് ഏറെ ലക്കിയാണ്, അല്ലെങ്കിൽ ഏറെ ഭാഗ്യം കൊണ്ടുവരുന്നതാണ്, ശുഭസൂചകമാണ് എന്നൊക്കെയും മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതാവട്ടെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.